ഹലോ, ഹെഡ്മിയിലോടുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളുടെ ക്വാറന്റൈൻ അവസാന ദിവസമാണ് ഇന്ന്, 7ാമത്തെ ദിവസം. ഇവിടെ ആണെങ്കിൽ ചേച്ചിയും പിള്ളേരും എന്ന് 5 പോകുമെന്നുള്ള ആഗ്രഹത്തോടെ ഇരിക്കും. മറ്റൊന്നുമല്ല, പറഞ്ഞിട്ടില്ലേ, ആങ്ങളയുടെ കുഞ്ഞുങ്ങൾ 1 വയസ്സായി, അവരെ ഇതുവരെ കണ്ടിട്ടില്ല. ഫോട്ടോയും വീഡിയോ കോളും മാത്രമേ ഉള്ളൂ. അപ്പൊ ഇന്നിങ്ങനെ ഫോൺ വന്നു, RT-PCR എടുക്കണ്ട, ഓരോ ദിവസവും ഓരോ നിയമങ്ങളല്ലേ, വേറെ എന്തൊക്കെയോ നിയമങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞത് ഇപ്പൊ ഞാൻ ഇന്ന് പറയുന്നതായിരിക്കത്തില്ല, ചിലപ്പോ നാളെ ഓരോ നിയമങ്ങളും മാറിക്കൊണ്ടേയിരിക്കുക. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം തന്നെ അഞ്ചലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ന് ഇവിടെ തറ തുടയ്ക്കുന്നത് പോൾമോനാണ്. നിങ്ങൾ വിചാരിക്കും 2 പെണ്ണുങ്ങളുണ്ടായിട്ട് ഈ കൊച്ചിനെ കൊണ്ട് എന്തിനായി തുടപ്പിക്കുന്നതെന്ന്. അവന് തന്നെ ഒരു ഇതാവട്ടെ എന്നും പറഞ്ഞ് അവൻ തന്നെ ചെയ്യുന്നതാണ്. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും എല്ലാവരും ഇതൊക്കെ ഒന്ന് ശീലിപ്പിക്കുന്നത് നല്ലതാണ് കേട്ടോ. വീട്ടുജോലികളൊക്കെ അത്യാവശ്യം തൂപ്പും തുടപ്പും അത്രയും ഹെൽപ്പ് ആവുമല്ലോ. സ്റ്റെപ്പോട് തുടച്ചോ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ തന്നെ വീട് മേളിൽ കയറി. അപ്പൊ ബെഡ്റൂം തുടപ്പ് അടുത്താൾ ഏറ്റെടുത്തു. അപ്പൊ എല്ലാരും വിചാരിക്കും ബെൻസിയുള്ള പണി മൊത്തവും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുവാന്ന്. ക്ഷീണിച്ചു. അയ്യോ, എന്താ ചെയ്യാനാ. ജോസങ്കളിന്റെ സ്ഥലം ഏറ്റെടുത്തു. അപ്പോൾ ഇന്നത്തെ ഡിഷിന് അങ്ങനെ പ്രത്യേകിച്ച് കറികൾ വേണമെന്നൊന്നും ഇല്ല കേട്ടോ. അല്ലാതെ തന്നെ നമുക്ക് കഴിക്കാം. ഞങ്ങൾ ചെയ്ത ഐഡിയ വെച്ച് നല്ല അല്ലാതെ വേണമെങ്കിലും കഴിക്കാം. പക്ഷേ കുറച്ച് ചിക്കൻ ഉണ്ട്, അതും കൂടി സൈഡായിട്ട് എടുക്കാമെന്ന് വെച്ചു. അത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടേ. അപ്പോൾ ചിക്കൻ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പം വെജിറ്റേറിയൻകാർ കണ്ടിട്ട് അയ്യോ ഇത് ചിക്കൻ്റെ ആണോ, ചിക്കൻ നോൺ വെജ് ആണോ എന്ന് ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് പനീർ കറി ഉണ്ടാക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും സൈഡ് ഡിഷ് ഉണ്ടാക്കാം. കാബൂളിച്ചന ഉണ്ടെങ്കിൽ അത് ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും ഇല്ലാതെയും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അവന് സൈഡ് ഡിഷ് വേണം, കറി വേണം. എനിക്ക് ചോറിന്റെ കൂടെ കറി വേണം. ചോറിന്റെ കൂടെ കറി വേണം. പിന്നെ എന്തോ വിശേഷമൊക്കെ നിങ്ങളുടെ എന്തുവാ. നിങ്ങൾക്ക് ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ഇടണം. എന്റെ നോർമൽ വർത്താനം ഇങ്ങനെയാ. എന്റെ നോർമൽ വർത്തമാനം ഇങ്ങനെയാ. പിന്നെ ഒന്നുമില്ല. ഇപ്പം ഞങ്ങൾ വ്ലോഗിലോട്ട് പോകാം. എന്റെ ഹെൽപ്പർ ये कितना इजी था आपके साथ. आपने कितना कैसे किया? ഞാൻ ചെയ്യുന്ന കണ്ടിട്ട് എന്റെ നിന്ന് മേടിച്ചതാ, പെട്ടെന്ന് ചെയ്യാന്നും പറഞ്ഞു. ഇപ്പൊ പറ്റുന്നില്ല. ബാക്കി ഞാൻ ചെയ്തോളാം, നിനക്കൊക്കുന്നില്ലെങ്കിൽ. कुछ काम तो चाहिए ना, बोर हो रहा है. എനിക്ക് വെളുത്തുള്ളി ഉള്ളിയൊക്കെ പൊളിക്കാൻ തരാം. चलेगा वो चलेगा. ഉള്ളിയോ? ഉള്ളി ठीक है. വെളുത്തുള്ളി എന്താ ഇഷ്ടമല്ലാത്ത? സ്മെൽ അടിക്കും. വെളുത്തുള്ളി സ്മെല്ലടിക്കുമെന്ന്. അപ്പൊ ഞാനിത് ചെയ്യുന്ന കണ്ടിട്ട് അവൻ ഈസി ആയിട്ട് തോന്നി, അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചതാ. ഒരെണ്ണം ചെയ്തപ്പോഴത്തേക്ക് അയ്യോ എന്തോ ഹാർഡാ, ഇത് പറ്റുന്നില്ലല്ലോ എന്നും പറഞ്ഞ് മാറിയെന്ന്. വെളുത്തുള്ളി പൊളിക്കാൻ ഇഷ്ടമല്ല, അതിന്റെ സ്മെല്ല് ഇഷ്ടമല്ല. സവാള ഉള്ളി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അതിന് സവാള ഉള്ളി കൊടുക്കാം പൊളിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ കറിക്ക് വേണ്ടി മസാല ഇത്തിരി ഒന്ന് ചൂടാക്കാം. ഞാൻ നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്ത് ഈ റെസിപ്പി ഇട്ടിട്ടുണ്ട്. ഒത്തിരി പേരത് ട്രൈ ചെയ്തായിരുന്നു. അതായത് ഏകദേശം ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ്. ആ റെസിപ്പി ഇപ്പോഴും നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങിയതിൻ്റെ അതിൻ്റെതായിട്ടുള്ള കുറേ ഫോൾട്ടുകൾ ആ വീഡിയോയ്ക്കുണ്ട്. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായെങ്കിൽ നമുക്കിനി തീ ഓഫ് ചെയ്യാം. കാരണം നമ്മുടെ പൊടികൾ കരിഞ്ഞു പോവരുത്, അതിന് വേണ്ടിയാണ്. മുളക് പൊടി ഇപ്പം ഏകദേശം 1 കിലോ ചിക്കൻ ഉണ്ട്. 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, 1 ടീസ്പൂൺ ഗരം മസാല. ഇത് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചൂടാക്കാം. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടേക്കും. ഇത്തിരി ഒന്ന് കത്തിക്കാൻ പോവാണേ. സ്ലോ ആയിട്ടിട്ടേക്കാം.
ഇവിടെ മസാല കരിഞ്ഞു പോകരുത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് കേട്ടോ. മസാല നന്നായിട്ട് ചൂടായി. ഇനി നമുക്ക് ഈ മസാല ഈ ചിക്കനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളിങ്ങനെ മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം വെച്ചേക്കണേ. അതായത് അന്നേരം ആ മസാലയൊക്കെ ചൂടല്ലേ, അതിനകത്തിരുന്ന് തന്നെ ചിക്കൻ ഒരു പകുതി വേവും. ഞാനിവിടെ കൊച്ചുള്ളിയാണ് എടുത്തിരിക്കുന്നത്. കൊച്ചുള്ളിയും ഒരു സവാള എടുത്തിട്ടുണ്ട്. സവാളയുടെ ആവശ്യമില്ല, അത്രയും കൂടി കൊച്ചുള്ളി ഇട്ടാൽ ഏറ്റവും നല്ലത്. ഈ കറിക്ക് കൊച്ചുള്ളിയാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സവാളയിൽ ഇങ്ങനെ സെയിം ട്രൈ ചെയ്യാം. വെളുത്തുള്ളി, ഉപ്പിടാൻ പോവാം. ഇപ്പോൾ കുറച്ച് കറിവേപ്പില ഇത് കുറവാണ്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇഷ്ടമുള്ളൊരു ഇത്തിരി കൂടുതൽ തന്നെ ഇട്ടോണേ. നമ്മൾ ഇനി ഇതിനകത്ത് എക്സ്ട്രാ ഒന്നും ചേർക്കില്ല കേട്ടോ. നമ്മൾ എന്തൊക്കെ മസാലയുണ്ടോ അതെല്ലാം ചേർത്താണ് വെക്കുന്നത്. ഇഞ്ചി കൊത്തിയരിഞ്ഞത്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വേണമെങ്കിലും ഇടാമേ. തേങ്ങാക്കൊത്ത് ഭയങ്കര ടേസ്റ്റാണ്. ബീഫിനകത്തും ചിക്കനകത്തും ഒന്നും തേങ്ങാക്കൊത്ത് ഇട്ടിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്തേരെ, പക്ഷേ ഉള്ളതാണ് ടേസ്റ്റ്. കറണ്ട് പോയി കേട്ടോ. ഇനി നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇത് മാരിനേറ്റ് ചെയ്യണം. ഒരു സാധനം ഇതിനകത്ത് ചെയ്യാൻ മറന്നു, വെളിച്ചെണ്ണ പ്രധാന ഒരു ഘടകമാണ്. ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ചാണ് നമ്മൾ ഇളക്കി വെക്കുന്നത്. പിന്നെ നമ്മൾ വെളിച്ചെണ്ണ ചേർക്കില്ല. എന്നിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യണം. കൈകൊണ്ട് തന്നെ ചെയ്യണേ, എങ്കിലും ആ വെളിച്ചെണ്ണയും ഉള്ളിയും ഒക്കെ പിടിക്കത്തുള്ളൂ. നന്നായിട്ട് ഞെരടിക്കോ, ചിക്കൻ പൊടിഞ്ഞൊന്നും പോകത്തില്ല. പച്ച ചിക്കനല്ലേ. ഇവിടെ പോൾമോനും പ്രൈസൻ മോനും വേണ്ടി സെപ്പറേറ്റ് ഇട്ടേക്കുവാണ് ഈ കാലിങ്ങനെ. കണ്ടോ, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് അങ്ങ് ഞെരടിക്കോ ഇങ്ങനെ. വർഷങ്ങൾക്ക് മുമ്പേ ഫേസ്ബുക്കിൽ ഒരു ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ റെസിപ്പിയാണേ. ഇപ്പൊ തന്നെ വെളിച്ചെണ്ണയുടെയും മസാല നമ്മൾ മൂപ്പിച്ചല്ലേ ഇട്ടത്, അതിൻ്റെയൊക്കെ ഒരു മണം വരുന്നുണ്ട്. ഇനി കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും നമുക്കിങ്ങനെ വെച്ചേക്കണം. അതില്ല എന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും വെച്ചേക്കണേ. ഈ മസാലയുടെയൊക്കെ ചൂടിലിരുന്ന് തന്നെ അത് ചിക്കൻ ഇത്തിരി ഒന്ന് വേവും. ഇത്തിരി ഒന്ന് കൈ കഴുകി ഇങ്ങനെ ഒഴിച്ചേക്കാം. ഇപ്പൊ വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതൊരു ചെറിയ പാത്രമായിരുന്നേ. വേറെ ഒന്നും ചേർത്തിട്ടില്ല. മസാല ചേർത്ത് വെച്ച ചിക്കൻ ഇങ്ങോട്ട് ഇട്ടു. ചരുവം കഴുകിയ ലേശം വെള്ളം, അതായത് ഒരു 1/2 ഗ്ലാസ് പോലും ഇല്ല. ഇനി ആ പാത്രം ചൂടാകാൻ ഇത്തിരി തീ കൂട്ടിയിട്ട് പിന്നെ ചെറു തീയിലിട്ട് വേവിച്ചെടുക്കാം. അപ്പൊ ചെറു തീയിലായിട്ടേക്കുന്ന ഇടയ്ക്കൊന്ന് നോക്കണം അടിക്ക് പിടിക്കുന്നോ ഇല്ലയോന്ന്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഈ ചിക്കനകത്ത് വെള്ളം ഇറങ്ങും. അതല്ല വെള്ളം ഇറങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ലേശം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയേ. അപ്പൊ ചിക്കനെ അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റി നമുക്ക് റൈസിന്റെ കാര്യങ്ങൾ നോക്കാം. കൊച്ചുള്ള എന്തെടുക്കുക? അരി ഒന്ന് കഴുകി വെക്കണേ. ഇതിനകത്തേക്ക് കുറച്ച് ഓയിലും കുറച്ച് നെയ്യൂടാണ് ഞാൻ ചേർക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാ വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. ഫുൾ നെയ്യ് വേണേ എടുക്കാം. ഞാനിവിടെ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. മറ്റേ സാധാ സൺഫ്ലവർ ഓയിൽ വേണേലും എടുക്കാം. കുറച്ച് ഓയിലും കുറച്ച് നെയ്യൂടെ ഞാൻ എടുക്കുക. കുറച്ച് നെയ്യൂടെ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് പെരുംജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക ചതച്ചതും. ഇപ്പം പട്ടയും ഗ്രാമ്പും ഒക്കെ ഇടുമ്പോൾ യാതൊരു കാരണവശാലും തീ കൂട്ടിയിടല്ലേ. ചെറു തീയിൽ അത് നന്നായിട്ട് പൊട്ടണമെങ്കിൽ അതിൻ്റെ മണം ഇറങ്ങത്തുള്ളൂ. അതിലേക്ക് സവാളയുള്ളി. അപ്പോൾ ഇതിനകത്തിടുന്ന വെജിറ്റബിൾസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് എങ്ങനെ വേണേലും ചേർക്കാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലേ, ഒരു പ്രത്യേക പേരുള്ള ഒരു റെസിപ്പി അല്ല ഇത്. നമ്മുടെ മറ്റേ അടുപ്പിൽ ചിക്കൻ ഉണ്ടാക്കണ്ടോ, അതിനകത്തൊന്ന് വെള്ളം ഇറങ്ങിയത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചെറു തീ തന്നെ വെച്ചാൽ, തീ ഒട്ടും കൂട്ടി കൊടുക്കണ്ട. ചെറു തീ തന്നെ കിടന്നിത് വേവണം. അപ്പോൾ സവാള ഏകദേശം അരപ്പരുവമായി. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ക്യാപ്സിക്കം, മഞ്ഞ ക്യാപ്സിക്കം ഉണ്ട്, പച്ച ക്യാപ്സിക്കം ഉണ്ട്, ക്യാരറ്റ്. ഇത് കിഴങ്ങ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചത്. അത് സവാള ഇടുന്നതിന് മുമ്പ് എണ്ണയ്ക്കകത്ത് വേണമെങ്കിൽ ഒന്നിട്ട് മൂപ്പിക്കാം. ഇതിനകത്ത് ബീൻസ്, പിന്നെ പച്ച ഗ്രീൻ പീസ് അതൊക്കെ ഇടാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇടുമ്പോൾ വെജിറ്റബിൾസൊക്കെ ഏകദേശം വഴണ്ടിട്ടുണ്ട്. ഇതാ റേഷൻ അരി, വെള്ളയരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ റേഷൻ അരിക്ക് പകരം ഈ സ്ഥാനത്ത് ബാസ്മതി റൈസോ ബാക്കി എന്ത് റൈസ് വേണമെങ്കിലും നിങ്ങൾക്ക് പറ്റിച്ചെടുക്കാൻ അറിയാവുന്ന ഏത് റൈസ് ഉണ്ടെങ്കിലും യൂസ് ചെയ്യാമേ.
അപ്പോൾ ഈ അരി ഞാൻ നേരത്തെ കുതിർത്ത് വെക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ, കഴുകി അപ്പോൾ തന്നെ അങ്ങോട്ട് ഇട്ടതാണേ. ഇനി ഈ അരി ഇതിനകത്ത് ഒരു 3-4 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണേ. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളത്തിൻ്റെ കണക്കെന്ന് പറയുന്നത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണേ. അതായത് നികക്ക വെള്ളം അങ്ങനെ കണക്കാക്കിയാലും മതി. ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഉപ്പ് സാധാരണ ഞാൻ എപ്പോഴും പറയാത്ത പോലെ വെള്ളത്തിൽ ഇച്ചിരി ഉപ്പ് മുമ്പിട്ട് നിൽക്കണം. കിഴങ്ങിടണമെന്ന് നിർബന്ധമില്ല കേട്ടോ, വേറെ വെജിറ്റബിൾസ് ഒന്നും ഇല്ലാഞ്ഞുകൊണ്ട് ഞാനങ്ങ് ഇട്ടെന്നേ ഉള്ളൂ. ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. റൈസ് ഇച്ചിരി വെന്തിട്ട് ഒഴിച്ചാലും മതിയേ. ലേശം കൂടി നെയ്യിട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇത്തിരി ബിരിയാണി മസാല നിങ്ങളുടെ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലെന്നുണ്ടെങ്കിൽ വേണ്ട, നിർബന്ധമില്ല. ഒരു ചെറിയൊരു മണത്തിന് വേണ്ടി ചേർക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇപ്പം ഇത് ചെറു തീയിൽ കണ്ടോ എന്തോരം വെള്ളം ഇറങ്ങി നോക്കിയേ. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം, പൊടിയാതെ ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഗരം മസാലയുടെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ചുകൂടെ ചേർക്കുവാണേ. നമ്മൾ അന്നേരം ഒഴിച്ച വെളിച്ചെണ്ണ മാത്രമേ ഉള്ളൂ, പിന്നെ ഒറ്റ മസാലകൾ ഒന്നും ചേർത്തിട്ടില്ല, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. അടച്ചു വെക്കാം. നന്നായിട്ട് തിളച്ചു. ഞാൻ തീ കൂട്ടി തന്നെയാണ് ഇട്ടേക്കുന്നത്. ഒരിച്ചിരി ഒന്ന് അരപ്പരുവം വേവാകുമ്പോൾ നമുക്ക് തീ കുറച്ചിടാം. ഇപ്പം ഇതാണ്ട് ചെറു തീയിലാണേ കിടക്കുന്നത്. കണ്ടോ നമ്മുടെ കറിയുടെ കളറ്. കറിക്ക് എക്സ്ട്രാ കളറുകളോ ഒന്നും ചേർത്തിട്ടില്ല. നമ്മൾ ഈ ചിക്കൻ കറിക്കൊക്കെ ഇങ്ങനെ മസാല മൂപ്പിച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഈ കറക്റ്റ് കളർ ഇങ്ങനെ കിട്ടും. അപ്പോൾ ചെറു തീയിൽ നന്നായിട്ടിട്ട് വേവിക്കുക, അത്രയും മാത്രമേ ഉള്ളൂ നമ്മുടെ ലക്ഷ്യം. അല്ലാതെ ഒന്നുമില്ല. കാരണം വെള്ളം ചേർക്കാത്തതുകൊണ്ടാണ് നമ്മൾ ചെറു തീയിലിടാൻ പറയുന്നത്. അപ്പോൾ ഇത്രയും പോലും ഗ്രേവി വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കണ്ട. ആ ചിക്കനകത്തുനിന്ന് ഇറങ്ങിയ വെള്ളമാണ് ബാക്കി. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. കാരണം നമ്മൾ എക്സ്ട്രാ വെള്ളം ഒന്നും ചേർത്തിട്ടില്ലല്ലോ. ഇതിപ്പോൾ എന്താ നന്നായിട്ട് വെന്തു. കടു താളിക്കേണ്ടവർക്ക് വേണമെങ്കിൽ താളിക്കാൻ, തീർച്ചയായിട്ടും. ഞാനിപ്പോൾ കടു താളിക്കുന്നില്ല കേട്ടോ. നല്ല എണ്ണ എല്ലാം ഉണ്ട്. ഇത്രത്തിൽ ഞാൻ ഓഫ് ചെയ്യുക. നമുക്കൊന്ന് നോക്കാം. വേവൊന്ന് നോക്കാം. അരപ്പരുവം വേവായി. അപ്പം നിങ്ങൾ കറി ഇല്ലാതെ കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ പച്ചമുളക് ലേശം കൂടുതൽ എടുത്തോണേ. ഈ നമ്മുടെ റൈസിന് അധികം എരിയൊന്നുമില്ല, സ്പൈസി ഇല്ല. കാരണം ചിക്കൻ കറിക്ക് നല്ല സ്പൈസി ആയിട്ടാണല്ലോ ചെയ്തേക്കുന്നത്, അതുകൊണ്ട്. ഇനി നമുക്ക് തീ കുറച്ചിട്ടിട്ട് അടച്ചു വെച്ചേക്കാം. ചെറു തീയിലിട്ടിട്ട് കുറച്ച് നേരം കൂടെ കഴിഞ്ഞ് നമുക്കൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. വെള്ളം നന്നായിട്ട് വറ്റി തുടങ്ങി. കണ്ടോ, കുഴഞ്ഞു പോകുമെന്ന് പേടിക്കണ്ട. വെള്ളം ഞാനീ പറഞ്ഞ കറക്റ്റ് കണക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയും അളവ് വേവും ഒക്കെ വ്യത്യാസം ഉണ്ടല്ലോ, അതിലും വ്യത്യാസം വരുമേ. നഖക്കെ കിടക്കുന്നതിലും ഇച്ചിരി കൂടി കൂടുതൽ അങ്ങനെ കണക്കാക്കിയാലും മതി. ഇത്തിരി കൂടി വേവാനുണ്ട്, അതിനനുസരിച്ചുള്ള വെള്ളമുണ്ട്. ചെറുതീയിൽ കിടക്കട്ടെ. വെള്ളം നന്നായിട്ട് വറ്റി. കണ്ടോ, ഇനി ഇരുന്ന് തണുക്കുമ്പം നന്നായിട്ടൊന്നുകൂടെ ഡ്രൈ ആയിക്കോളും. ഇതിപ്പോൾ ഓവറായിട്ട് വെന്തിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇളക്കുന്നത്. നിങ്ങൾക്കിതിൽ വേണമെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഇടാം. അപ്പം ഞാൻ കുറച്ച് മുന്തിരിയും അണ്ടിപ്പരിപ്പും ഇടുന്നുണ്ട്. അപ്പം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് ഇത്. നമുക്ക് കുറച്ച് നട്ട്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലേശം നെയ്യാണ് ഒഴിക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇതിട്ട് കൊടുക്കാം. ആ നെയ്യ് ഉൾപ്പെടെ കിട്ടണേ. ഒന്ന് ഇളക്കാം. ചിക്കൻ കറി വേണമായിരുന്നോ? അയ്യോ, ചിക്കൻ ലെഗ് പീസ് 2 എണ്ണേ ഉള്ളൂ. ഒന്ന് എനിക്കും ഒന്ന് പോൾ മോനും. റൈസമ്മൂന് വേണമായിരുന്നു ചിക്കൻ ലെഗ് പീസ്. ലെഗ് പീസ് 2 എണ്ണേ ഉള്ളൂ. ഒരു കോഴിക്ക് 2 ലെഗല്ലേ ഉള്ളൂ. അപ്പൊ ഒരെണ്ണം അച്ചാച്ചന്, ഒരെണ്ണം ബെഞ്ചി അമ്മയ്ക്ക്. പിന്നെ അയ്യോ, അച്ചാച്ചന് വേണം, പിന്നെ ഒരെണ്ണം ബെഞ്ചി അമ്മയ്ക്ക്. അപ്പൊ അച്ചാച്ചൻ എന്തോ ചെയ്യും? അച്ചാച്ചന് കൊടുക്കണ്ടേ? എന്റേത് എങ്ങനെ അച്ചാച്ചന് കൊടുക്കുന്നേ? നിന്റെ അമ്മ ലെഗ് പീസ് തരുമെന്നും പറഞ്ഞ് എനിക്ക് തിന്നണ്ടേ? അതിന്റെ അർത്ഥം നീ അഞ്ചമ്മി തിന്നണ്ട, അതിങ്ങി താന്നാ എന്റെ അമ്മ തരുമെന്ന് പറഞ്ഞ്. അയ്യോ അയ്യോ, കൈ കൊള്ളുന്നോ?
അയ്യോ പ്രൈസിനൊക്കെ ഈ വലിയ കാലാണല്ലോ. സത്യം പറഞ്ഞാൽ ഞാൻ കാല് 2 പീസാക്കായിരുന്നു. പിന്നെ ഇല്ല. ഞാൻ അമ്മാരെ ഉദ്ദേശിച്ച അങ്ങനെ അത് മാറ്റി വെച്ചേ. ഇവർക്ക് പോളാണെങ്കിൽ റൈസിനകത്ത് മുന്തിരി അണ്ടിപ്പരിപ്പ് എല്ലാം മാറ്റും, ആ ചിക്കൻ കറിയിലെ കോക്കനട്ട് മാറ്റും, ഫ്രൈസൻ പൊട്ടറ്റോ മാറ്റും. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം അതിനകത്ത് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അതിനകത്ത് നട്ട്സും ആ തേങ്ങാക്കൂത്തും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ കളയിൽ സൈഡിൽ വെച്ചേരം ഞാൻ തിന്നോളാം വന്നു. അപ്പോൾ പ്രൈസൻ എങ്ങനെയുണ്ട്? ഒന്ന് കണ്ടില്ലല്ലോ, കൈയൊന്ന് പൊക്കി കാണീര്. ആ എങ്ങനെയുണ്ട്? കറിക്ക് ഒത്തിരി എരിയുണ്ടോ? ഇല്ലല്ലയോ, നോർമലാ. ചിക്കൻ കറി എങ്ങനെയുണ്ട്? റൈസ് ഇഷ്ടപ്പെട്ടോ? അവരാദ്യമായിട്ടാണ് ഈ റൈസിൽ ഇങ്ങനെ കഴിക്കുന്നത്. റേഷനരി എന്തോന്ന് പോലും അറിയത്തില്ല. ഇവിടെ പ്രൈസൻ കാലുമായിട്ട് മസിൽ പിടുത്തം നടത്തുന്നു. പ്രൈസൻ എടുത്ത് വെക്കാൻ പറ്റാത്ത ഒരു കാലും. അത് മിക്കവാറും അത് പകുതി കഴിക്കത്തുള്ളൂ കേട്ടോ, പകുതി ആക്കിയിട്ട് എണീറ്റ് പോകും. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ലഞ്ച് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ഇടാൻ മറക്കരുതേ. അതുപോലെ തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതിന് ഞാൻ പറഞ്ഞല്ലോ പ്രത്യേകിച്ച് പേരൊന്നുമില്ല. പുലാവ് എന്ന് പറയാം, ബിരിയാണി എന്ന് പറയാം, എങ്ങനെ വേണേലും പറയാം, മസാല റൈസ് എന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിട്ടോ. സംഭവം ടേസ്റ്റിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലസ് യു.